പാലക്കാട് മുങ്ങിയ മാങ്കൂട്ടം പൊങ്ങിയത് അങ്ങ് തലസ്ഥാന നഗരിയിലായിരുന്നു. അതും പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ. നാടൊട്ടുക്ക പോലീസ് അയാൾക്ക് വേണ്ടി വല വിരിച്ചും ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടും തൊട്ടടുത്ത് വന്നിട്ട് രോമത്തിൽ തൊടാനായില്ല എന്നത് നാണക്കേട് തന്നെയാണ്. ഇവിടെ പ്രധാനപ്പെട്ട 9 രേഖകളുമായിട്ടാണ് മാങ്കൂട്ടം പറന്നെത്തിയത്. പരാതിക്കാരിയായ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളുമായിട്ടാണ് രാഹുലിന്റെ ഇത്തവണത്തെ വരവ്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലായിരുന്നു സീൽഡ് കവറിൽ രേഖകൾ നൽകിയത്. 9 തെളിവുകളാണ് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. യുവതി ജോലി ചെയ്തിരുന്ന ചാനലിന്റെ മേധാവി രാഹുലിനെതിരെ പരാതി കൊടുക്കുവാൻ യുവതിയെ പ്രേരിപ്പിച്ചു എന്നതിനുള്ള തെളിവുകൾ പെൻഡ്രൈവിൽ നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയത് എന്ന് സ്ഥാപിക്കാനുള്ള രേഖകളും നൽകിയിട്ടുണ്ട്. ബലാത്സംഗം നടന്നെന്ന് പറയുന്ന കാലത്ത് ഭർത്താവിനൊപ്പമാണ് യുവതി താമസിച്ചത് എന്നതടക്കമുള്ള തെളിവുകളും രാഹുൽ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെടുന്നു എന്നതാണ് വിവരം. കേസിൽ ഒളിവിലുള്ള രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവനന്തപുരം വഞ്ചൂരിലെ അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാലത്തും ഒപ്പിട്ടു. രാഹുൽ നേരിട്ടെത്തിയാണ് വക്കാലത്തിൽ ഒപ്പിട്ടത് എന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. മുൻകൂർ ജാമ്യ ഹർജി നൽകാനാണ് ഇന്നലെ രാഹുൽ തലസ്ഥാനത്തെത്തിയത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോവുകയായിരുന്നു എന്നായിരുന്നു വിവരം. ഇതിനിടയിലാണ് രാഹുൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. രാഹുലിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ലുക്കൌട്ട് സർക്കുലറും പോലീസ് പുറത്തുവിട്ടിരുന്നു. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പിന്നീട് രാഹുൽ എങ്ങോട്ട് പോയി എന്ന കാര്യത്തിലടക്കം വിവരമില്ല. അത് കണ്ടെത്താൻ പോലീസിന് സമയമില്ല പോലും. മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻ കോടതിയെയാണ് രാഹുൽ സമീപിച്ചത്. ബുധനാഴ്ചയാണ് അതിന്റെ ബാക്കി വിവരങ്ങൾ അറിയുക. മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ മറ്റു വാദങ്ങൾ ഇവയൊക്കെയാണ്. പരാതിക്ക് പിന്നിൽ CPM BJP ഗൂഢാലോചന. യുവതിയുടെ ഭർത്താവ് BJPയുടെ പ്രാദേശിക നേതാവാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാതെ തിരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിലും ദുരൂഹതയുണ്ട്. എതിർ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് യുവതി. പരാതി നൽകിയില്ലെങ്കിൽ സ്ഥാപനത്തിൽ തുടരാനാകില്ല എന്ന് മാനേജ്മെന്റ് അറിയിച്ചതായുള്ള യുവതിയുടെ ശബ്ദ സന്ദേശം അടക്കം ഹാജരാക്കാൻ തയ്യാറാണ് എന്നും രാഹുൽ അറിയിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നിവയാണ് രാഹുലിന്റെ വാദം. കൂടാതെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പ്രതിയോഗികളെയും കുടുംബത്തെയും CPM കണ്ണീര് കുടിപ്പിക്കാറുണ്ടെന്നും CPM ഗൂഢാലോചന പരമ്പരയിലെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് രാഹുൽ എന്നുമാണ് കോൺഗ്രസ് മുഖപത്രം ന്യായീകരണവുമായി എത്തിയത്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടിലായിരുന്നു എഡിറ്റോറിയൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDFനെയും BJPയെയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം. മാത്രവുമല്ല, രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ഒരു പറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് CPM ഭീതിയോടെ കാണുന്നു. രാഷ്ട്രീയ സർഗാത്മകതയും പ്രത്യാശേഷിയുമുള്ള ചെറുപ്പക്കാർ വളർന്നു വന്നാൽ CPMനെ ഗോത്രഹത്യയിലേക്ക് എടുത്തെറിയുമെന്നും CPM തിരിച്ചറിയുന്നുണ്ട്. നിയമസഭാ നടപടിക്രമങ്ങളിൽ ഭരണപക്ഷത്തെ നിരായുധീകരണം വിഷലമാക്കുന്ന ആയുധങ്ങളും അത് പ്രയോഗിക്കുന്നുണ്ടെങ്കിലും പ്രാവീണ്യം തെളിയിച്ചവരുമാണ് അരടസല്ലേറെ വരുന്ന കോൺഗ്രസിന്റെ ഈ കത്തുന്ന സൂര്യന്മാർ. സഭയ്ക്ക് പുറത്തും അകത്തും ചാനൽ ചർച്ചകളിലും വാദങ്ങളും പ്രതിവാദങ്ങളും ശ്രദ്ധേയമായ ജ്ഞാനദൃഷ്ടിയുമുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ വേറെയുമുണ്ട്. മറ്റു പാർട്ടികൾക്കില്ലാത്ത മികച്ച വിത്തുഗുണത്തെ ചവിട്ടിയരച്ച് കുലമാടുകയാണ് ഇത്തരം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെയും വ്യക്തിഹത്യയുടെയും ലക്ഷ്യം. വിഷം തീണ്ടാതിരിക്കാൻ സർപ്പത്തെ ചാടിക്കടക്കാം, അല്ലെങ്കിൽ പത്തി പകർത്ത് കൊല്ലുക. അപവാദങ്ങളിൽ പതറാതെയും വ്യക്തിഹത്യയിൽ തകരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോകുകയാണ് വേണ്ടതെന്നും എഡിറ്റോറിയൽ പറയുന്നുണ്ട്.